SP ഒന്ന് പറയണോ? ആ സാംഗ്വി സാറിനെ വിട്ടേക്ക്, പറഞ്ഞു കേട്ടില്ലേ? ഒരു ഫ്രോഡിനെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു വൃത്തികെട്ടവൻ. സീനിയേഴ്സിനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? റെസ്പെക്ട് ഇല്ലാതെ. ഭഗവൻ സാറേ, പുറത്ത് കൈവെക്കാതെ സംസാരിക്കുന്നതിന് വലിയ റെസ്പെക്റ്റാ. വല്യമാനോട് നീ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? അല്ല, ഞാൻ എന്ത് പറഞ്ഞു? നിങ്ങളല്ലേ വൃത്തിയായിട്ടെന്ന് പറഞ്ഞത്? ഞങ്ങളൊക്കെ ഒരമ്മ മറ്റ മക്കളാടാ, അങ്ങനെ പലതും പറയും. സാംഗ്വി സാർ ഭരണകക്ഷിയുടെ MLA മാത്രമല്ല, ഈ ഗവൺമെന്റിന്റെ ഫണ്ടറും കൂടിയാ. അദ്ദേഹത്തെ വിട്. അവൻ ഇതുവരെ കൊള്ളയടിച്ചതും കുറെ പോലീസുകാരെ കൊന്നു തള്ളിയതും എല്ലാം കൂടെ സാറിന്റെ വിലയിലോട്ട് വെച്ച് തരാം. സാറകത്ത് വയ്ക്കോ, അയാൾ പുറത്തു പോട്ടെ. നിന്റെ ഈ അഹങ്കാരത്തിന് നീ അനുഭവിക്കേണ്ടി വരും. നാളെ കമ്മീഷണർ മുമ്പിൽ മീറ്റിംഗിൽ ഇരിക്കുമ്പോ എനിക്ക് എത്ര പ്രശ്നം ഉണ്ടാവും അറിയൂ. സാർ പറയുന്നത് ശരിയല്ലേ? മേലുദ്യോഗസ്ഥന്മാരുടെ പ്രഷർ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണ്ടേ? അല്ല സാറേ, മീറ്റിംഗിൽ സാർ കമ്മീഷണറെ ഏത് ഭാഗത്തായിരിക്കുന്നത്? റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? റൈറ്റ് സൈഡ്. അയാളുടെ റൈറ്റ് കക്ഷ നാക്ക്. ഞാൻ വിചാരിച്ചാൽ 1 മണിക്കൂർ അതിനുള്ളിൽ നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കും. സസ്പെൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞതാ. പിന്നെ അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയോ? എന്തായാലും സസ്പെൻഷനായി. എന്നാ പിന്നെ പുല്ല് ജോലി പോയാ പോട്ടെ എന്നങ്ങ് വിചാരിച്ച് വെള്ളമടിച്ച ക്രിമിനലിനെയും കൊണ്ട് DSPയുടെ വീട്ടിലോട്ടങ്ങ് കയറി ചെന്ന് തലയർത്ത് DSPയുടെ കയ്യിലോട്ട് വെച്ചു കൊടുത്തു. കൺമുമ്പിൽ വെച്ച് തലയർത്ത ആരായാലും വിറക്കില്ലേ? DSP സാറ് അവൻ ട്രെയിനിന് തല വെച്ച് ചത്തതാണെന്നും പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തു. ആ ഷോക്കിലല്ലേ DSP സാറിന് പാരാലിസിസ് അറ്റാക്ക് വന്നത്? ഡ്യൂട്ടിയിൽ പക്ഷഭേദം കാണിച്ച പക്ഷവാതം വരാതിരിക്കുവോ? എന്താ സാറേ? ഇനി എന്താ, സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടോ? ചെയ്തോ.